എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുമതി വളവ്, സർക്കീറ്റ്, ലോക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് വേല സിനിമ സ്വന്തമാക്കിയത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഷെയ്നികം സണ്ണിവൈനാണ് വേല സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ് നിതാപള്ളിയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റിയൽ സ്റ്റോറി മൂവിയാണ്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. കുറെ കാലമായി തങ്കമണിയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിൽ തങ്കമണി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 20-നായിരിക്കും ആഭ്യന്തര കുറ്റവാളിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. എന്തുകൊണ്ടോ സിനിമ പരാജയപ്പെട്ടു. എന്നാലും ബസൂക്കയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. പക്ഷേ OTT അവരെ ഹോൾഡ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ബസൂക്ക സിനിമ OTTയിലെത്താൻ പോവുകയാണ്. C5 സെപ്റ്റംബർ മാസം 20-ന് മുന്നേ ബസൂക്ക സിനിമ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു മലയാള സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷനും സിനിമ നേടി. പക്ഷേ OTTയിൽ മാത്രം വരുന്നില്ല. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ അടുത്ത വീക്ക് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് ഹൃദയപൂർവ്വം. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഹൃദയപൂർവ്വത്തിന്റെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സത്യൻ അന്തിക്കാട്, മോഹൻലാല് കൂട്ടുകെട്ടിൽ പറഞ്ഞ സിനിമ തിയേറ്ററുകളിൽ ക്ലിക്കായി. ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസം 30-ന് ഹൃദയപൂർവ്വം OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 250 കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക. ഒരുപക്ഷെ ഇൻഡസ്ട്രി ഹിറ്റാകാനും സാധ്യതയുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ 300 കോടി ലോക നേടിയേക്കും. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കല്യാണി നസ്ലിനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ലോകയുടെ അടുത്ത ചാപ്റ്ററിൽ ടോനോ തോമസ് ആണ് പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിലാണ് ലോക സിനിമ വരുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോ ഒക്ടോബർ ആദ്യവാരമായിട്ടായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ ലോക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മിറായി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു തെലുങ്ക് സിനിമയാണ്. 100 കോടി നേടി ഹിറ്റായ സിനിമയാണ് മിറായി. ഈ സിനിമയുടെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ID ദി ഫേക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ, ദിവ്യ പിള്ളയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ID ദി ഫേക്ക്. ഈ സിനിമയുടെ OTT അവകാശം സൈനാപ്ലേ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി 12 മണിക്കാണ് ID ദി ഫേക്കിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കീറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് സർക്കീറ്റിന് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ടും സർക്കീറ്റ് സിനിമ പരാജയപ്പെട്ടു. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 26-നാണ് സർക്കീറ്റിന്റെ ഒഫീഷ്യൽ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മദ്രാസി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. AR മുരുകദോസ് സംവിധാനം ചെയ്ത സിനിമയാണ് മദ്രാസി. ശിവകാർത്തികേയനാണ് സിനിമയിലെ നായകൻ. നല്ല അഭിപ്രായമാണ് മദ്രാസി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. മദ്രാസി റിലീസാക്കിയിട്ട് ഒരു മാസം മുൻപ് തന്നെ സിനിമയുടെ OTT വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ മാസം 30-ന് ആമസോണിലായിരിക്കും മദ്രാസിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപിന്റെ ഗാങ്സ്റ്റർ മൂവിയായിരുന്നു ബാന്ദ്ര. തമന്നയാണ് സിനിമയിലെ നായിക. പക്ഷേ ബാന്ദ്ര സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായി. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ OTT ഇത്രയും കാലമായിട്ട് വിറ്റുപോയിട്ടില്ല. സിനിമ കാണാത്തവർക്ക് OTTയിൽ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ബാന്ദ്ര സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ സെപ്റ്റംബർ മാസം 28-ന് മുന്നേ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ നല്ല വരവേൽപ്പാണ് ഫഹദ് സിനിമയ്ക്ക് മലയാളത്തിൽ ലഭിക്കാറ്. എന്നാൽ ഓടും കുതിര ചാടും കുതിര പരാജയപ്പെട്ടു. ഇറക്കിയ പൈസ പോലും സിനിമയ്ക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല.
കണ്ടില്ല, അത്രയ്ക്കും ഫ്ലോപ്പായിരുന്നു. കല്യാണിയാണ് ഈ സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ നായിക. ഇപ്പോൾ അവസാനം നെറ്റ്ഫ്ലിക്സ് ആണ് ഓടുകുതിര ചാടുകുതിരയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ സെപ്റ്റംബർ മാസം 28-നാണ് OTT റിലീസ്. അപ്പോൾ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.